വണ്ടി ഒന്ന് പിടിക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല കേട്ടോ, ഇരിക്കുന്നില്ല, അത് പറന്നു പോകും. അടുത്തോട്ട് നടന്നിട്ട് കാര്യമില്ല, അത് പറന്നു പോകും. കുറേ ഉണ്ട്. തുറൈഫ് അടുക്കുന്നതോടുകൂടി ട്രെയിൻ പാളമുണ്ട്. ട്രെയിനെ കാണാൻ പറ്റില്ല, പാളം മാത്രം കാണാം. അതും പാടാ കാണാൻ. ഇതാ അത് തന്നെ ട്രെയിൻ പാളം. അവിടെ ഒരു ഫാക്ടറി ഉണ്ട്, മാദേൻ പ്രോജക്റ്റ്, ജലാമീദ് മാദേൻ പ്രോജക്റ്റിലേക്ക് പോകുന്ന ട്രെയിനാണ്. അതങ്ങനെ ദമാം വരെ പോകും. Take the exit towards 7th Street. Yes, exit 7th Street. ചെയ്യാം, എക്സിറ്റ് ചെയ്യാം. 7th സ്ട്രീറ്റിൽ എക്സിറ്റ് ചെയ്ത് അകത്തോട്ട് കയറും. ഇനി കുറേ ഉണ്ട് അകത്തോട്ട്. റോഡിൽ ചെക്കിങ് നടപ്പുണ്ട്, അപ്പോൾ കട്ട് ചെയ്തേ പറ്റൂ. ഓക്കെ, ഓക്കെ, നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ എക്സിറ്റ്. ിലിരിക്കുകയാണ് മൊബൈല്. ക്യാമറ കണ്ടാൽ എറിഞ്ഞു കളയാം. ക്യാമറ. പ്രിയമുള്ള സുഹൃത്ത് എന്നെ അകത്ത് വിളിച്ചുകൊണ്ട് വന്ന് ലോഡ് ഇറക്കാനായിട്ട് വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കമ്പനി ഫുഡ് ഇതിനകത്ത് വന്ന് നമ്മളെ പ്രത്യേക ട്രീറ്റ് കണ്ട ഫുഡൊക്കെ തന്നു. നീ കഴിക്കുക. മട്ടനാ, മട്ടൻ
ബിസ്മില്ല. ഈ ഇറച്ചിക്കറി വെച്ചിരിക്കുന്നത് കണ്ടോ? ഇത് നമ്മൾ വയ്ക്കുന്ന കണക്ക് മസാല അങ്ങനെ ഒന്നുമില്ല, വെറും പച്ച ഇറച്ചി, ഒന്നും ചേർത്തിട്ടില്ല. ഉണ്ടോ? ഇതാണ് അറബി ഫുഡ്, ഇവിടുത്തെ അറബികൾ കഴിക്കുന്നത്. നട്ടിറച്ചിയൊക്കെ ചുമ്മാ ഇട്ട് വെള്ളത്തിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഒന്നുമില്ല കാണിച്ചു തരാൻ, വെറും മരുഭൂമിയും ഈ വിജനമായ റോഡും അല്ലാതെ ഈ ഏരിയയിൽ ഒന്നുമില്ല. തുറൈഫിലെ ലോഡെല്ലാം ഓഫ് ലോഡ് ചെയ്തു, ഫുഡൊക്കെ തട്ടി തിരിച്ച് ദമാമിലേക്ക് യാത്ര തുടങ്ങി. അപ്പോൾ ഇതാ സായം സന്ധ്യയായിരിക്കുന്നു, 6 മണിയോളം അടുത്തു. മന്ദം മന്ദം ദമാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ലോഡെല്ലാം ഇറക്കി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ദമാമിലേക്ക്. അതുകൊണ്ട് ഈ പ്രദേശത്താണ് ഉറങ്ങിയത്. ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. ഇവിടെ നിന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റു, അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. യാത്ര തിരിക്കാതെ നമുക്ക് നേരെ ഇതൊരു റഫ എത്താൻ ഒരു 60 കിലോമീറ്റർ പുറകിൽ അറേബ്യൻ പെട്രോളിയം എന്ന് പറഞ്ഞിട്ടൊരു പെട്രോൾ പമ്പും വണ്ടികളൊക്കെ അത്യാവശ്യം ഇവിടെ കിടപ്പുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റും ചെറിയൊരു പള്ളിയും ഒരു ചെറിയ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂമിൽ ചൂടുവെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ സുഹൃത്തുക്കളെ, റഫ എത്താൻ 60 കിലോമീറ്റർ ബാക്കിൽ അറാറിൽ നിന്ന് വരുമ്പോഴാണേ. ഒരു പാകിസ്ഥാനി ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ല ഒരു സുദിനം ആശംസിക്കുന്നു. രാവിലെ അപ്പോൾ അതുപോലെ ഇതാ വീഡിയോ റോഡിലോട്ട് ഇറങ്ങാണ്. വണ്ടി ഒന്ന് കയറുന്നുണ്ട്. ഒന്നുകൂടി വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ റോഡിന് മുള്ള് വേലി ഇല്ലാത്തത് കൊണ്ട് 2 സൈഡിലുള്ളവർക്കും റോഡ് അടച്ചിട്ടില്ല. ഡിവൈഡർ കൊണ്ട് അടച്ചിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് 2 സൈഡിൽ പോകുന്നവർക്കും ഈ പമ്പിൽ കയറാം. ഓക്കേ ഓക്കെ ഓക്കെ, നല്ല മനോഹരമായ കാഴ്ചകളല്ലേ. സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. തണുപ്പിൻ്റെ ഒരു മഞ്ഞിൻ്റെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ബാക്കിൽ നിന്നൊരു സ്കൂൾ ബസ് വരുന്നുണ്ട്. ഇതാ പോകുന്നു സ്കൂൾ ബസ്, ലോക്കൽ ബസ്, ഇവിടുത്തെ സ്കൂൾ ബസ്. ഒരു സത്ത വണ്ടി കൊണ്ടുപോകുന്നു. ഇതൊരു ചെറിയ ഗ്രാമമാണ്, റഫയ്ക്ക് മുമ്പുള്ള സ്ഥലമാണ്. ഭൂഗോളം ഇരിപ്പുണ്ട്. രാത്രിയിൽ നല്ല രസമായിരിക്കും ഇവിടെ, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ചെറിയൊരു ക്ലോക്കും ഒക്കെ ഉണ്ട്. ടൈമൊക്കെ കറക്റ്റ് ആവുന്നല്ലോ ക്ലോക്കിൽ. കറക്റ്റ് ടൈമാണ്. ഏഴര.
കറക്റ്റ് ടൈം. ഒരു പാർക്കിംഗ് ഉണ്ട്. ആദ്യത്തെ സിഗ്നലിൽ നിർത്തി ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് കയറിയിട്ട് വേണം കാപ്പി പിടിക്കാൻ കടയിൽ കയറേണ്ടതുള്ളൂ. ചെറിയ പാർക്ക്, മരങ്ങൾ ഒക്കെ കണ്ട അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഏരിയ. എൻ്റർ റഫ. റഫയിൽ ഇതാ എത്തിയിരിക്കുന്നു. റഫയിൽ എത്തിയിരിക്കുന്നു. കാപ്പി കുടിക്കണം. ഇവിടെ ചെറിയൊരു എയർപോർട്ടൊക്കെ ഉണ്ട്. എയർപോർട്ടിൻ്റെ സൈഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. വീഡിയോ പിടിക്കാൻ പാടാണ്, എനിക്ക് എത്തൂല്ല ക്യാമറ. ഇതാണ് റഫ. ഇതോ കാണുന്നതാണ് എയർപോർട്ട്. പക്ഷേ അത് മതിലിന് ഹൈറ്റുള്ള കാരണം കിട്ടൂല. ഈ മതിലിനപ്പുറം എയർപോർട്ടിൻ്റെ റൺവേ തന്നെയാണ്. ആ കാണുന്ന ചെറിയ ഒരു ബിൽഡിങ്ങാണ് എയർപോർട്ട്. അത് ഇറങ്ങിയാലേ പിടിക്കാൻ പറ്റും. റഫ. ക്യാമറ വല്ലതും ഉണ്ടോ? റൗണ്ട് അബൌട്ടാ. ആ ഓക്കെ. ഇനി മൊബൈൽ കയ്യിലിരുന്നാൽ പണി കിട്ടും. ഗതാഗതങ്ങളെ ക്യാമറ എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്നാലേ മുട്ടൻ പണിയായിരിക്കും. സെയിം കാപ്പി, സെയിം ഹോട്ടല്. തണുപ്പൊക്കെ മാറി ഫ്രണ്ട്സേ, തണുപ്പൊക്കെ മാറി കേട്ടോ. ഇപ്പം ചൂടായി. AC ഇടാതെ ഓടാൻ പറ്റാത്ത കണ്ടീഷനായി. വണ്ടി നിർത്തിയിട്ട് ഒന്ന് AC ഇടാം. AC ഇടാം. നിർത്തി. ഫറൽ ബാത്തിനിലേക്ക് ഇനി ഒരു 50 കിലോമീറ്റർ. മരുഭൂമി മരുഭൂമി വിലസിടുന്നേ. ഒട്ടകത്തിനെയും കാണാനില്ല.